ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. സാധാ ചിക്കൻ കറി തന്നെ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണിത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കിനി ഒന്ന് നോക്കാം. ഇവിടെ 3 വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 12 അല്ലി വെളുത്തുള്ളിയും 2 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ചതച്ച് വയ്ക്കുക. 2 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 6 ഏലക്ക, 6 ഗ്രാമ്പൂ, 2 ഇഞ്ച് കഷ്ണം കറുവാപ്പട്ടയുമാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ 4 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാ മുളക് പൊടിയാണെങ്കിൽ 3 ടീസ്പൂണാണ് വേണ്ടത്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ. ഗരം മസാലയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇവിടെ 2 ടീസ്പൂൺ കസൂരി മേത്തിയും കുറച്ച് മല്ലിയിലയുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ കറിന് സാധാ ചിക്കൻ കറിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഈ കസൂരി മേത്തിയുടെ ടേസ്റ്റാണ്. കസൂരി മേത്തിയാണ് ഈ റെസിപ്പിയിലെ കീ ഇൻഗ്രീഡിയൻറ്റ്. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ കറി പേസ്റ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കറി പേസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഒരു സജഷനായിട്ട് കറി പേസ്റ്റിൻ്റെ വീഡിയോയുടെ ലിങ്ക്. ഈ കറി പേസ്റ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ കറി പേസ്റ്റിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത്. വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഒന്ന് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക ഉപ്പ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇറച്ചിക്കൊരു മയം കിട്ടാനാണ്, പക്ഷേ അത് നിർബന്ധമല്ല. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറോളം വെക്കുക. അതിനുശേഷം ഇതൊന്ന് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചിക്കൻ പീസസ് നിരത്തിയിട്ട് ഒന്ന് പകുതി വേവിൽ പൊരിച്ചെടുക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. 2 സൈഡും ഒന്ന് ഹാഫ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇതൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. ഇങ്ങനെ എല്ലാ ചിക്കൻ പീസസും ഒന്ന് പൊരിച്ചെടുക്കുക. ഇനി ബാക്കിയുള്ള ആ പൊരിച്ച എണ്ണ എടുത്ത് നമുക്ക് കറിക്ക് ഉപയോഗിക്കാം. കറി വയ്ക്കാൻ വേണ്ടി ഞാൻ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് മൺചട്ടിയിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. മൺചട്ടിയിൽ കറി വയ്ക്കുമ്പോൾ ടേസ്റ്റ് നല്ല പോലെ ഡിഫറൻസ് ഉണ്ട്. കൂടുതൽ രുചി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ചൂടായി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക, ഗ്രാമ്പൂ, പട്ട എന്നിവ ചേർത്ത് കൊടുക്കുക. ഏലക്കയും ഗ്രാമ്പൂവും 6 എണ്ണം വീതവും, പട്ട 2 ഇഞ്ച് കഷ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊന്ന് നല്ലതുപോലെ ചൂടായി ഏലക്കയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നീളത്തിലരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. സവാള 3 എണ്ണം കനം കുറച്ച് നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഈ എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. 3 വലിയ സവാള എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നുമല്ല. കറിക്കൊരു പ്രത്യേക കുറുകലും ടേസ്റ്റും കിട്ടാനാണ് ഇത്രയും ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. 12 അല്ലി വെളുത്തുള്ളി ചതച്ചതും 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചതച്ചതുമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ, ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇതിൽ കാണുന്ന പോലെ തന്നെ ആ കളർ കിട്ടുന്ന അത്ര നേരം വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇത്രയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാ മുളക് പൊടിയാണെങ്കിൽ 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കറിക്കൊരു കളറും കുറുകലും എല്ലാം കിട്ടും. ഞാൻ അതാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നീട് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ചെറിയ തീയിൽ ഈ പൊടികൾ ഇട്ടിട്ട് വഴറ്റാവുള്ളൂ. അതിനുശേഷം ഇതിൻ്റെ അകത്ത് നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഏകദേശം 1 മിനിറ്റോളം വഴറ്റി കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് 2 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തക്കാളി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് 2 എണ്ണം ഉണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്തിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. തക്കാളി ഒന്ന് പെട്ടെന്ന് കുക്കാവാനായിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വഴറ്റിക്കൊണ്ട് ഇരുന്നാൽ മതി. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത് ഈ മസാല ചിക്കനിലോട്ട് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊരു 5 മിനിറ്റോളം അങ്ങനെ മൂടി വെച്ച് ഒരു ചെറിയ തീയിൽ അവിടെ വയ്ക്കുക. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കി ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം, എത്ര ചാറ് വേണമെന്നനുസരിച്ച്. പക്ഷേ എനിക്ക് കുറേ ചാറോടുകൂടി ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കൻ കഷ്ണങ്ങളുടെ അതേ ലെവലിൽ ആ ചട്ടിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റോളം വേവിക്കാം. അതിനുശേഷം ഇതിലോട്ട് 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചാറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ടൊരു 10 കാഷ്യൂ അരച്ചും കൂടി ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. മൺചട്ടിയിൽ കറി ഉണ്ടാക്കി നമ്മൾ വയ്ക്കുമ്പോൾ ചാറ് കുറച്ച് വറ്റാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അതനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് അല്പം മല്ലിയില വിതറി കൊടുക്കാം. ഈ കറി നെയ്ച്ചോറിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇനി തീ ഓഫ് ചെയ്ത് ഈ ചട്ടി അനക്കാതെ അവിടെ ഒന്ന് വെക്കുക. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് കറിയുടെ കളറൊക്കെ ഒരു ഡാർക്ക് കളർ വരും. വളരെ രുചികരമായ ഈ ചിക്കൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്